ഇന്ന് നമ്മൾ ഉള്ളില്ലാത്ത മുടി നല്ല പനങ്കുല പോലെ ഇടതോർന്ന് കറുപ്പായിട്ട് വളരാനായിട്ട് അടിപൊളി ഒരു ഹെയർ ഓയിൽ തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കൂടെ തന്നെ ഒരു ഹെയർ സിറവും ഉണ്ട്. പ്രത്യേകിച്ച് ഈ മഴ സമയങ്ങളിൽ മുടിക്കുണ്ടാകുന്ന എല്ലാവിധ പ്രോബ്ലങ്ങൾക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. താരൻ്റെ ശല്യം, അകാല നര, അതുപോലെ തന്നെ ചിലർക്കൊക്കെ ഇൻഫെക്ഷനൊക്കെ വന്ന് തലയോട്ടിയിലൊക്കെ നല്ല ചൊറിച്ചിലുണ്ടാകും, മുടി പൊട്ടൽ, മഴ സമയമാകുമ്പോൾ ഉണ്ടാകുന്ന മുടിയുടെ സ്മെല്ല്, കായ വരുന്നത്, മുടിയുടെ സ്പ്ലിറ്റൻസ്, എല്ലാത്തിനും അടിപൊളിയായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളൂ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ മെയിൻ താരം ബേ ലീഫാണ് കേട്ടോ. ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ചേർക്കുന്ന ഇലയുണ്ടല്ലോ, അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹെയർ ഓയിലും അതുപോലെ തന്നെ ഹെയർ സിറം ഒക്കെ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഏകദേശം ഒരു 10-12 ബേ ലീഫ് നമ്മൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ബേ ലീഫ് മുടി വളരാൻ സഹായിക്കുമെന്ന് മാത്രമല്ല, താരൻ്റെ ശല്യം അതുപോലെ തന്നെ തലയോട്ടിയിലുണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ മാറാൻ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന ബേ ലീഫൊക്കെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ ഒരു എണ്ണ തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന എല്ലാ സാധനങ്ങളും മുടിയുടെ വളർച്ചയെ സഹായിക്കുന്നത് മാത്രമല്ല, മുടി നല്ല കരുത്തോടെ ഇരിക്കാനും അകാലനര മാറാനും താരൻ്റെ ശല്യം ഒഴിവാക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് എടുക്കാൻ പോകുന്നത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഉലുവയാണ്. ഉലുവ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ ഒരു 7-8 ഗ്രാമ്പു നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റോസ്മേരിയുടെ ഇല വേണം. ഏകദേശം 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഉണങ്ങിയ റോസ്മേരിയുടെ ഇല നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കരിഞ്ജീരകമാണ്. അതും 1 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണിച്ച ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. എല്ലാം തന്നെ മുടിയുടെ വളർച്ചയെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല ചൂടുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. നമുക്കറിയാം, ഓൺലൈനായിട്ടും അല്ലെങ്കിൽ ഷോപ്പിലുമൊക്കെ റോസ്മേരിയുടെ ഓയിൽ വാങ്ങാനായിട്ട് കിട്ടും. അത്യാവശ്യം നല്ല കാശാണ്. 100 ml തന്നെ 10,000 1000 ഒക്കെ അടുത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നല്ല എഫക്റ്റീവുമാണ്, അധികം കാശ് ചിലവും ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാം തന്നെ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളം നനവില്ലാത്ത മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഇത് ചൂടായി വരുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. ആ റോസ്മേരിയൊക്കെ ചൂടാവുമ്പം പ്രത്യേക ഒരു മണമാണ്. നമ്മളിത് ചെറിയ ചൂടോട് കൂടി തന്നെയാണ് കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒന്ന് പൊടിച്ചെടുക്കുന്നത്. ഒരുപാട് അങ്ങ് പൗഡറാക്കി എടുക്കേണ്ട, ഒന്ന് ക്രഷ് ചെയ്ത് തരിതരിയായിട്ട് എടുത്താൽ മതി. ഇതിപ്പം എനിക്കും മോൾക്കും 2 ആഴ്ചത്തേക്ക് മുടിയിൽ തേക്കാനുള്ള ഓയിലാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. എപ്പോഴും ഞാൻ ഹെയർ ഓയിലായാലും അല്ലെങ്കിൽ മസാലാസ് ആയാലും ഒരുപാട് റെഡിയാക്കി വെക്കാറില്ല. 1-2 ആഴ്ചത്തേക്കാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പം ഇതേ നമ്മൾ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഡയറക്റ്റായിട്ടല്ല കേട്ടോ എണ്ണ കാച്ചിയെടുക്കുന്നത്, ഒരു ഡബിൾ ബോയിൽ മെത്തേഡിലാണ് കാച്ചിയെടുക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് കുഴിയുള്ളൊരു പാത്രത്തിലേക്ക് നമ്മൾ പൊടിച്ച് കൊണ്ടുവന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 50 ml ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വീട്ടിൽ തയ്യാറാക്കിയെടുത്തതോ ചക്കിലാട്ടിയതോ ആയിട്ടുള്ള വെളിച്ചെണ്ണയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഇതിലേക്ക് നമുക്കിനി ഒരു 50 ml നല്ലെണ്ണ കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. ഞാൻ വെളിച്ചെണ്ണയും നല്ലെണ്ണയും ഒരേ അളവിലാണ് കേട്ടോ എടുക്കുന്നത്. നമ്മുടെ ഈ ഒരു എണ്ണ ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്നതാണ്. നീർവീക്കം വരുമെന്നൊന്നും പേടിക്കേണ്ട. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവർക്കും എണ്ണ കാച്ചിയെടുക്കുന്ന ആ ഒരു പരുവം അറിയണമെന്നില്ല. പക്ഷേ നിങ്ങൾ ഈ ഒരു രീതിയിൽ എണ്ണ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ തുടക്കക്കാർക്ക് പോലും റെഡിയാക്കി എടുക്കാൻ കേട്ടോ. ഈ ഒരു എണ്ണ നമ്മുടെ മുടിയിൽ തേച്ചൊന്ന് വെച്ച് നീർവീക്കമോ പനിയോ ഒന്നും വരത്തില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡബിൾ ബോയിൽ മെത്തേഡിലാണ് ഈ എണ്ണ ചൂടാക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച്, വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു എണ്ണ വെച്ചിരുന്ന പാത്രം ഉണ്ടല്ലോ അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ എണ്ണയൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. കുഴിയുള്ള പാത്രം എടുത്തത് കൊണ്ട് തന്നെ വെള്ളം തിളയ്ക്കുമ്പം ഇതിൽ നിന്ന് തുള്ളികളൊന്നും എണ്ണയിലേക്ക് വീഴില്ല കേട്ടോ. തിളയ്ക്കുന്ന സമയത്ത് വെള്ളം തെറിച്ച് നമ്മൾ കാച്ചുന്ന എണ്ണയിലേക്ക് വീഴുവാണെങ്കിൽ പെട്ടെന്ന് എണ്ണ ചീത്തയായി പോകുമെന്ന് മാത്രമല്ല, നമ്മൾ തലയിൽ തേക്കുന്ന സമയത്ത് പനി, നീർവീക്കം ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കുഴിയുള്ള പാത്രത്തിലേക്ക് എല്ലാം ഇട്ട് കൊടുത്ത് ചൂടാക്കി എടുക്കുന്നത്. എണ്ണയുടെ പരുവം പറയുന്നത് നമ്മൾ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പം ചെറിയൊരു ചൂടാവും കേട്ടോ. ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി തണുത്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു എണ്ണ ആദ്യമായിട്ട് ഞാൻ തയ്യാറാക്കിയത് താരൻ്റെ ശല്യം കാരണം മുടിയൊക്കെ ഒരുപാട് പൊഴിഞ്ഞൊരു സമയത്താണ് കേട്ടോ. പക്ഷേ 1 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് താരൻ്റെ ശല്യം പൂർണ്ണമായിട്ട് മാറിയെന്ന് മാത്രമല്ല, പുതിയ പുതിയ ചെറിയ ഹെയറുകളൊക്കെ വരാനായിട്ടും തുടങ്ങി. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം അരിച്ചെടുക്കുകയാണ് കേട്ടോ.
മുടിക്ക് തീരെ ഉള്ളില്ലാത്തവർ, ബലം കുറവുള്ളവരൊക്കെ ഒരു മാസത്തേക്ക് ഈ ഒരു എണ്ണ തയ്യാറാക്കി ഉപയോഗിച്ച് നോക്കണം കേട്ടോ. നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കുന്നത് ഞാൻ നല്ല വൃത്തിയുള്ളൊരു കോട്ടൻ്റെ തുണിയിലേക്കാണ് കേട്ടോ. ഇതിൻ്റെ ചണ്ടിയൊന്നും നമ്മൾ കളയുന്നില്ല. ഇത് കിഴി കെട്ടിയിട്ട് എണ്ണയിലേക്ക് തന്നെയാണ് കേട്ടോ ഇട്ട് വെച്ചിരിക്കുന്നത്. നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എണ്ണ കുറച്ച് നേരം വെയിലിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഈ ഒരു കിഴി എണ്ണയിൽ മുക്കിയിട്ടാണ് കേട്ടോ നമ്മുടെ മുടിയിലും അതുപോലെ തന്നെ തലയോട്ടിയിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ കാണിച്ചില്ലേ, ആ ഒരു രീതിയിലാണ് കേട്ടോ കിഴി ഉപയോഗിച്ച് തന്നെ നമ്മൾ മുടിയിലൊക്കെ ഈ ഒരു എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ കോട്ടണിൽ എണ്ണ മുക്കിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കയ്യിലേക്ക് ഒഴിച്ച് നമ്മൾ വെറുതെ തലയോട്ടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ അധികം എഫക്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇതുപോലൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ മുടി ഇല്ലാത്ത ഭാഗത്ത് ചെറിയ ചെറിയ ബേബി ഹെയർ ഒക്കെ വരുന്നത് കാണാനായിട്ട് പറ്റും. ഈ എണ്ണ നമ്മൾ മുടിയിലും അതുപോലെ തന്നെ സ്കാലപ്പിലും ഒക്കെ അപ്ലൈ ചെയ്യുന്നതിന് അരമണിക്കൂർ മുമ്പ് വെയിലത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ തലയോട്ടിയിലേക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഈ ഒരു എണ്ണ ആഴ്ചയിൽ 2 പ്രാവശ്യമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നല്ലപോലെ മുടിയിലും സ്കാലപ്പിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യും. അതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ മുടി കഴുകുന്നത്. ഡെയിലി നമ്മൾ എണ്ണ മുടിയിൽ അപ്ലൈ ചെയ്ത് കഴുകുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുടി പൊഴിയാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ്. ഇതുപോലെ വവരെടുത്തിട്ട് വേണം കേട്ടോ സ്കാലപ്പിലേക്ക് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. എല്ലാ ഭാഗത്തും ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ കൈ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മുടി കഴുകാനായിട്ട് ഇനി ഞാൻ കാണിക്കുന്ന വെള്ളം ഉപയോഗിച്ചിട്ട് വേണം കേട്ടോ കഴുകിയെടുക്കാൻ. അതിനുവേണ്ടി 2 ബേ ലീഫ് ഒരു സോസ് പാനിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം തേയിലപ്പൊടിയും ഏകദേശം ഒരു 2 ഗ്ലാസോളം വെള്ളവും ഒഴിച്ച് നല്ല രീതിയിൽ തന്നെ ഒരു 5 മിനിറ്റോളം തിളപ്പിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. എണ്ണ തേക്കുന്ന ദിവസങ്ങളിൽ മുടി കഴുകാനായിട്ട് കെമിക്കലുകൾ ചേർത്തിട്ടുള്ള ഷാമ്പു ഒന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. തുറന്നു പറയുവാണെങ്കിൽ കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് പുറത്തുനിന്ന് ഷാമ്പുവേ വാങ്ങാറില്ല. വീട്ടിൽ തയ്യാറാക്കുന്ന നാച്ചുറൽ ഷാമ്പു ഉപയോഗിച്ചിട്ടാണ് ഞാനും മോളും മുടി കഴുകുന്നത്. വീട്ടിലെങ്ങനെ ഷാമ്പു തയ്യാറാക്കാമെന്നുള്ളൊരു വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. മുടി കഴുകാനുള്ള വെള്ളവും നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം തണുത്തിട്ടാണ് കേട്ടോ നമ്മൾ മുടി കഴുകാൻ ഉപയോഗിക്കുന്നത്. സാധാരണ പോലെ നമ്മൾ വെള്ളം ഉപയോഗിച്ച് ഷാമ്പു വാഷൊക്കെ ചെയ്തതിന് ശേഷം അവസാനം നമ്മൾ തല കഴുകാനായിട്ട് വെള്ളം എടുക്കുമല്ലോ, ആ ഒരു വെള്ളത്തിന് പകരമായിട്ട് ഇത് ഉപയോഗിച്ചിട്ടാണ് മുടി കഴുകുന്നത്. ഇത് മുടിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ വേറെ വെള്ളമൊന്നും ഒഴിക്കത്തില്ല. ആഴ്ചയിൽ 2 ദിവസം എന്ന കണക്ക് വെച്ചിട്ട് ഒരു മാസത്തേക്ക് ഞാൻ ആദ്യം തയ്യാറാക്കി എടുത്തിട്ടുള്ള ഓയിലും അതുപോലെ തന്നെ ഈ ഒരു വെള്ളവും നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് കിട്ടും. അപ്പം ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കാനായിട്ട് മറക്കരുതേ. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.